നമസ്കാരം. പാകിസ്ഥാനിൽ ഒരു അപൂർവ ഭൂമി നിധിയുണ്ടെന്നും ഇതോടെ രാജ്യം സമ്പന്നമാകുമെന്ന് അവകാശപ്പെട്ട് സൈനിക മേധാവി അസീം മുനീർ. ഇലക്ട്രോണിക്സ്, പ്രതിരോധ മേഖലകൾക്ക് അത്യന്താപേക്ഷിതമായ പാകിസ്ഥാന്റെ ധാതുശേഖരത്തിൽ US ഉദ്യോഗസ്ഥർ താൽപര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അസീം മുനീറിന്റെ പരാമർശം. പാകിസ്ഥാന് ഒരു അപൂർവ ഭൂമി നിധിയുണ്ട്. ഈ നിധിയോടെ പാകിസ്ഥാന്റെ കടം കുറയും. കൂടാതെ പാകിസ്ഥാൻ ഉടൻ തന്നെ ഏറ്റവും സമ്പന്നമായ സമൂഹങ്ങളിൽ ഒന്നായിത്തീരും. പാക് ജിയോ ന്യൂസിൽ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച കോളത്തിലാണ് മുനീർ ഈ വാദങ്ങൾ ഉന്നയിച്ചതായി എഴുത്തുകാരൻ സുഹൈൽ വാറേജ് വെളിപ്പെടുത്തിയത്. അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനീസ് ആധിപത്യം തകർക്കാനും ചൈനയിലെ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് അമേരിക്കയുടെ ശ്രമം. ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള വെടിനിർത്തൽ കരാറിൽ തന്റെ പങ്ക് സംബന്ധിച്ച് ആവർത്തിച്ചുള്ള അവകാശവാദം അംഗീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതോടെ ട്രംപ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണ്. നേരത്തെ പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് അമേരിക്ക ചില പദ്ധതികൾ മുന്നോട്ട് വച്ചിരുന്നു. പിന്നാലെയാണ് ധാതു ഖനനം സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നത്. ചൈനയോടും US-നോടുമുള്ള സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിനെ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കില്ല എന്നാണ് അസീം മുനീർ പറഞ്ഞത്. വൻ എണ്ണശേഖരം കണ്ടെത്തിയെന്ന് നേരത്തെ പാകിസ്ഥാൻ അവകാശപ്പെട്ടത് വലിയൊരു തട്ടിപ്പായിരുന്നു. 2019 അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കടലിൽ വലിയ കണ്ടെത്തലിന് സാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ വാതക ശേഖരം കണ്ടെത്തുമെന്ന സ്വപ്നം അധികകാലം നീണ്ടുനിന്നില്ല. പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയം പിന്നീട് പ്രതികരിച്ചത്. അസീം മുനീർ 2 മാസത്തിനിടെ 2 തവണ അമേരിക്ക സന്ദർശിച്ചിരുന്നു. ആദ്യ സന്ദർശനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ പാക് സൈനിക മേധാവിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടെ രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അസീം മുനീർ പ്രതികരിച്ചു. ആസിഫ് അലി സർദാരിക്ക് പകരം അസീം മുനീർ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയേക്കുമെന്ന തരത്തിൽ പ്രചരിച്ച അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തും പ്രധാനമന്ത്രി സ്ഥാനത്തും വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അസീം മുനീർ തള്ളിക്കളഞ്ഞു. US സന്ദർശനം കഴിഞ്ഞ് ബെൽജിയത്തിലെത്തിയ ശേഷം ഡെയിലി ജംഗ് പത്രത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാകിസ്ഥാന്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ തീർത്തും തെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ രാജ്യത്തിന്റെ സേവകൻ മാത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയെന്ന് പത്രം റിപ്പോർട്ട് ചെയ്തു. ദൈവം എന്നെ രാജ്യത്തിന്റെ സംരക്ഷകനാക്കി. അതല്ലാതെ ഞാൻ മറ്റൊരു സ്ഥാനവും ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സൈനികനാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം രക്തസാക്ഷിത്വമാണ്, അസീം മുനീർ പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഉടൻ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നും പകരം സൈനിക മേധാവി രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നുള്ള അഭ്യൂഹം അടുത്തിടെ ശക്തമായിരുന്നു. സമീപകാലത്ത് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം കിട്ടിയ അസീം മുനീർ 1 മാസത്തിനുള്ളിൽ 2 തവണ അമേരിക്ക സന്ദർശിക്കുകയും ചെയ്തതോടെയായിരുന്നു ഇത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ മറികടന്ന അദ്ദേഹം US ഉന്നത നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. നിലവിലുള്ള പാർലമെന്ററി സംവിധാനത്തെ മാറ്റി പ്രസിഡൻഷ്യൽ രൂപത്തിലുള്ള സർക്കാർ സ്ഥാപിക്കാനുള്ള ശ്രമം പാകിസ്ഥാനിൽ നടക്കുന്നുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. സൈനിക അട്ടിമറികൾ അസാധാരണമല്ലാത്ത പാകിസ്ഥാനിൽ അസീം മുനീർ ഒരു ശക്തനായ വ്യക്തിയാണ്. DG ISI, DG മിലിറ്ററി ഇന്റലിജൻസ് കോർപ്സ് കമാൻഡർ, ഇപ്പോൾ ആർമി ചീഫ് എന്നിങ്ങനെ എല്ലാ പ്രധാന പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അടുത്തിടെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റവും കിട്ടി.